പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സർവശ്രീ വി സാംബശിവ സാറിന് അസലം മാർസിൽ പുരാണവും ഇതിഹാസവും തമ്മിൽ ചരിത്രവും തമ്മിൽ കൂട്ടിക്കലർത്തിയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ല, പുരാണത്തിൻ്റെ സന്ദർഭത്തിൽ ഉള്ള പാട്ടാണ് പാടുന്നത്. ശാന്തനു മഹാരാജാവ് 4 വെള്ളക്കുതിരകളുടെ പുറ്റിയ സ്വർണ്ണമെടുത്ത് ഗംഗാതീരത്തുകൂടി അഭിവേഗം വലിഞ്ഞു പോകുമ്പോൾ ഒരുപറ്റ മൺകുറ്റങ്ങൾ അതിന് അസ്ത്രം തൊടുത്തു വിട്ടു. ആ മൺകുറ്റങ്ങൾ കാറ്റിച്ചാടി. അപ്പോൾ അതിസുന്ദരിയായ പെൺകുട്ടി അമ്മഞ്ഞ കൈക്കൊണ്ട് അവിടെ ചെന്നു. അവളോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഗംഗയാണെന്ന് പറഞ്ഞു. ഗംഗയിൽ ശാന്തനു മഹാരാജാവിന് പ്രളയമുണ്ടായി. അവളോട് തന്നെ ഭാര്യയായിട്ട് വരാൻ ശാന്തനു മഹാരാജ് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് സത്യമല്ല, അവൾക്ക് നദിയാണ്. പക്ഷെ അദ്ദേഹം നിർബന്ധമായിട്ട് ചോദിച്ചു. അപ്പോൾ അവൾ ചില ഡിമാൻഡുകളൊക്കെ മുമ്പോട്ട് വെച്ചു. ആ ഡിമാൻഡുകളാണ് സാർ പാട്ടാക്കി പാടുന്നത്. പത്നിയായിടാം പക്ഷേ മന്നവ പാടില്ലെന്നെ നിയന്ത്രിക്കാൻ. പത്നിയായിടാം പക്ഷേ മന്നവ പാടില്ലെന്നെ നിയന്ത്രിക്കാൻ. എന്നിഷ്ടം പോൽ ചെയ്യും ചെയ്തികൾ എൻ പ്രിയ മന്നവാ തടയരുതേ. മംഗളശീല മഹിപതേ ഗംഗാ കന്യക അറിയില്ലേ. അപ്രിയമോതുകിലോ ദേവാ ഞാൻ അക്ഷരമേ. മംഗളശീല മഹിപതേ ഞാൻ ഗംഗാ കന്യക അറിയില്ലേ.